സമരക്കാരി വന്നിട്ട് ഈശോയോട് ചോദിച്ചു, ജീവന്റെ നിലനിരാൻ പറഞ്ഞു, ഇതെനിക്ക് കുടിക്കാൻ തരിക, എനിക്ക് വീണ്ടും വരേണ്ട ആവശ്യമില്ലല്ലോ, അന്ന് കുടിക്കാൻ വരണ്ട, ഇവിടെ വെള്ളം കോരാൻ വരണ്ടല്ലോ, എനിക്ക് ജീവൻ. ഈശോ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനും വിചാരിക്കണോ? ഈശോ പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ടോ. ഭർത്താവിന് നീ നിന്റെ കുടുംബജീവിതം ഭർത്താവുമായിട്ടുള്ള ജീവിതം തുടങ്ങും, അല്ലാതെ ബാക്കിയുള്ളവരുടെ ബന്ധം നിർത്ത്, വേശ്യാവൃത്തി നിർത്ത്, എങ്കിലേ പരിശുദ്ധമായി കിട്ടുള്ളൂ. ഒരു കാര്യം ഓർത്തണം, സമൂഹത്തിൽ 99% ആൾക്കാരും ദൈവവചനം ലംഘിച്ചുകൊണ്ട് ആ ദൈവവചനം കുഴപ്പമില്ലെന്ന് കരുതിയേക്കരുത്. 99 അല്ല 100% ആൾക്കാരും വചനവിരുദ്ധമായിട്ട് ജീവിക്കുന്നത്, എങ്കിലും പാപമാണെങ്കിൽ അത് പാപം തന്നെയായിരിക്കും. അതായത് ഭൂരിപക്ഷം ആളുകൾ ചെയ്യുന്നതെല്ലാം എനിക്കും ചെയ്യാം എന്ന് കരുതിയേക്കരുത്. ഭൂരിപക്ഷം ആളുകൾ ചെയ്യുന്ന എനിക്കും ചെയ്യാം എന്ന് പറഞ്ഞേക്കരുത്. ഭൂരിപക്ഷം ആളുകൾ 99% ആളുകളും ചെയ്യുന്നത് തെറ്റാണ്, ദൈവവചനം വിരുദ്ധമാണെങ്കിൽ നമ്മൾ ചെയ്തേക്കല്ലേ. ക്രമം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ.